നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ അകമഴിഞ്ഞ് സഹായിച്ചത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വേദിയിലുണ്ട്. അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് നമുക്ക് 20 ലക്ഷം രൂപ അനുവദിച്ചു. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അതേപോലെ പ്രസിഡന്റായ ചന്ദ്രകേച്ചി ഒക്കെ ഇവിടെ ഉണ്ട്. അവർ പറയുകയുണ്ടായി ഞങ്ങളുടെ കൈനീട്ടമാണ് നിങ്ങളുടെ ആദ്യത്തെ ഓഡിറ്റോറിയത്തിനുള്ള തുക എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ ഒരു തുക വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഏകദേശം 1 കോടിയിലധികം രൂപ സ്റ്റെയർ ഉൾപ്പെടെ 1 കോടി 3 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ പൂർത്തീകരണത്തിന് ത്രിതല ഗ്രാമപഞ്ചായത്തുകളുടെ ഏറ്റവും വലിയ ഒരു അടയാളമായി ഇത് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് കേന്ദ്ര ഗ്രാൻഡായി ലഭിക്കുന്ന CFC ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കെട്ടിടം പൂർത്തീകരിച്ചത്. ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ആളുകളുണ്ട്. ഇത് നിർമ്മാണ ഘട്ടത്തിൽ തൊട്ട് ഇതിന് ഭാരവെച്ച ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളുണ്ട്. അപ്പൊ പ്രാർത്ഥിച്ച ആളുകളാണ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തി. ഭാരവെച്ച ആളുകൾ കുറവായതുകൊണ്ട് ഒരു പ്രാർത്ഥന ഒരു പക്ഷേ ദൈവം കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ശരി, എല്ലാവരുടെയും ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്ത എത്തിച്ചേർന്ന മുഴുവൻ ആളുകളുണ്ട്, നല്ലവരായ മുഴുവൻ നാട്ടുകാരുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട മുഴുവൻ കോട്ടത്തറ നിവാസികളായ മുഴുവൻ ആളുകളെയും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെയും ആദ്യമായി നിങ്ങളെയാണ് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യനായ MLA, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വികസന പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ മറ്റു പഞ്ചായത്തുകാരുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടുത്തെ പറയില്ല എന്നാണ് MLA പറയാറ്. കാരണം അത്രയേറെ പദ്ധതികൾ നമുക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഇത്രയും നമ്മുടെ നാടിന് പ്രിയങ്കരനായ മറ്റൊരു MLA നമുക്കില്ല. അപ്പോ സിദ്ദീഖ് MLA ഞാൻ പ്രത്യേകം ഈ ഒരു വേദിയിലേക്ക് ബഹുമാന്യനായ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിന്റെ MLA അഡ്വക്കേറ്റ് T സിദ്ദീഖ് അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയം ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ ലോകസഭാ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ വയനാടിന്റെ MP ആയ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ബഹുമാന്യനായ